വിജയയാത്രയിലെ നാലാമത്തെ ഘടകം അത് നമ്മളാരും അധികം ചർച്ച ചെയ്യാത്ത, മനസ്സിലാക്കാത്ത ഒരു ഫാക്ടറാണ് അസർട്ടീവ്നെസ്. ഒരു ഉദാഹരണത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കാം. നിങ്ങളൊരു തുണിക്കടയിൽ പോകുന്നു, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങുന്നു. തിരിച്ച് വീട്ടിലെത്തി പരിശോധിക്കുമ്പോഴാണ് നിങ്ങൾ വാങ്ങിച്ച തുണികളിൽ ചിലത് ഡാമേജ്ഡ് ആണ്, അല്ലെങ്കിൽ നിറം പോയതാണ്, അല്ലെങ്കിൽ മറ്റെന്തോ ചില അപാകതകൾ നിങ്ങൾ കണ്ടെത്തുന്നത്. ഈ സന്ദർഭം അസർട്ടീവ് വിഭാഗക്കാർ നേരിടുന്നത് എങ്ങനെയായിരിക്കും? ഡാമേജ് ഉള്ള വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ അവർ തീരുമാനിക്കുന്നു. ചെറുതാണെങ്കിലും ആ ഡാമേജ് താൻ അനാവശ്യമായി ഏറ്റെടുക്കേണ്ട എന്നുള്ള ബോധ്യം. അന്ന് ടൗണിൽ പോകേണ്ട മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം വസ്ത്രം മാറ്റിയെടുക്കാനും അവർ തീരുമാനിക്കും. അതല്ലെങ്കിൽ പിറ്റേ ദിവസം വസ്ത്രങ്ങളും ബില്ലുമായി കടയിൽ പോകുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആളോട് വസ്ത്രങ്ങളുടെ ഡാമേജിനെ പറ്റി മാന്യമായി പറയുന്നു. ബിൽ കാണിച്ചു കൊടുക്കുന്നു. ഷോപ്പിലെ ജീവനക്കാരും സൗഹൃദത്തോടെ തന്നെ അയാളുടെ പരാതി കേട്ട് വസ്ത്രം മാറ്റിയെടുക്കാനോ സംഖ്യ തിരിച്ചു കൊടുക്കാനോ തീരുമാനിക്കുന്നു. ഇവിടെ ഒരിക്കലും ഇയാളുടെ വ്യക്തിത്വം കളഞ്ഞു കുളിച്ചിട്ടില്ല, മാന്യത വിട്ട് പെരുമാറിയിട്ടില്ല, ബന്ധങ്ങൾക്ക് പോറലേൽപ്പിച്ചിട്ടില്ല. ഇനിയും അയാൾക്ക് ആ കടയിൽ പോകാം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയുന്നതാണ് അസർട്ടീവ്നെസ്. ഇനി മറ്റൊന്നുകൂടി സങ്കല്പിക്കുക. വസ്ത്രങ്ങൾ തിരിച്ചു കൊടുക്കാനോ റീഫണ്ട് ചെയ്യാനോ ഉള്ള സമയപരിധി കഴിഞ്ഞിട്ടാണ് അയാൾ വസ്ത്രങ്ങളുടെ ഡാമേജ് കണ്ടെത്തുന്നത് എന്ന് കരുതുക. അപ്പോഴും അത്തരമൊരു അവസരത്തെ പറ്റി അയാൾ തള്ളിക്കളയില്ല. ബില്ലുമായി വസ്ത്രങ്ങളുമായി അയാൾ കടയിൽ പോകുന്നു, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. തീർച്ചയായും കടക്കാർ അയാളുടെ വാദമുഖങ്ങളെ അംഗീകരിച്ചെന്ന് വരില്ല. അവിടെയും അയാൾ തന്റെ വ്യക്തിത്വം പണയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ കടക്കാർ വസ്ത്രം മാറ്റിയെടുക്കാൻ സമ്മതിച്ചേക്കാം. ഇനി അങ്ങനെയല്ലെങ്കിലും അയാൾ അത് അംഗീകരിക്കുന്നു. അഡ്ജസ്റ്റിംഗ് ടു ദാറ്റ് സിറ്റുവേഷൻ, അക്സെപ്റ്റിംഗ് ദാറ്റ് റിയാലിറ്റി. അയാൾക്ക് ഇഷ്ടപ്പെട്ട തീരുമാനമല്ല ഉണ്ടായിട്ടുള്ളത്, എങ്കിലും അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ ദുഃഖകരമായ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. അതാണ് അസർട്ടീവ്നെസ്. തന്റെ ശ്രമങ്ങൾ നടത്തി എന്ന ബോധ്യത്തോടെ അതിന്റെ ഫലങ്ങളെ മനസ്സാൽ സ്വീകരിക്കുക. അതാണ് ഈ ക്വാളിറ്റി. പാസീവ് ഗ്രൂപ്പുകാർ നമ്മുടെ ചുറ്റുമുണ്ട് ധാരാളം. കാശ് കടം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തു വിചാരിക്കുമെന്നോർത്ത് തിരിച്ചു ചോദിക്കാതെ മനസ്സിൽ ആ ദുഃഖവുമായി നടക്കുന്നവരുണ്ട്. സഹനങ്ങൾക്ക് ഓടിക്കയറാനുള്ള കൊമ്പുകളാണിത്. ഇനി മറ്റേ വിഭാഗക്കാർ അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി തന്റെ വ്യക്തിത്വവും സൗഹൃദങ്ങളും കളഞ്ഞ് ആക്രമണോത്സുകതയോടെ പെരുമാറുന്നവർ. അവർ എവിടെയും ഇത്തരം പെരുമാറ്റം തന്നെയായിരിക്കും കാഴ്ചവെക്കുന്നത്. ഇക്കാലത്ത് ഇത് രണ്ടും നമുക്ക് വേണ്ട. മിതം ച സാര എന്നൊരു ചൊല്ലുണ്ട്. മിതത്വമാണ് അന്തസാരം, മധ്യമാർഗമാണ് അഭിലഷണീയം. ഈ സ്വഭാവ ഗുണം നമ്മെ വളരെ അധികം സഹായിക്കും. അത് ബിസിനസ്സിലായാലും പൊതുരംഗത്തായാലും വ്യക്തി ജീവിതത്തിലായാലും തൊഴിൽ രംഗത്തായാലും അവനവനെ പറ്റിയുള്ള ഉയർന്ന മതിപ്പിൽ നിന്നാണ്, സെൽഫ് എസ്റ്റീമിൽ നിന്നാണ് അസർട്ടീവ് ക്വാളിറ്റിയും രൂപം കൊള്ളുന്നത്.